ഹലോ, ഈസി ആയിട്ടുള്ളൊരു പാസ്തയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് കേട്ടോ. ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചിക്കൻ ഉണ്ട്. നമ്മൾ ഏതിലാണോ പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത് ആ പാൻ തന്നെ എടുത്തിട്ട് നമുക്കതിൽ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ മതി, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് ഓയിൽ വേണമല്ലോ ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ. നമുക്ക് ഉള്ളിയും തക്കാളി അതൊക്കെ വഴറ്റണം. അപ്പോൾ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിനകത്ത് തന്നെ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയ ഉള്ളി, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലാണെങ്കിൽ 2 ഉള്ളി എടുത്താൽ മതി. 400 ഗ്രാം പാസ്തയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഒരു 2 വലിയ ഉള്ളി കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത്, ചിലർക്ക് കുറേ ഉള്ളി തക്കാളി അങ്ങനെയൊക്കെ ഇഷ്ടമായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കണക്കിൽ നമുക്ക് എടുക്കാം എത്ര വേണ്ടതെന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ 2 വലിയ ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റി കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ഒരു പുളിപ്പ് നല്ലൊരു ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്, എന്നാലും തക്കാളി ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ ഒരു കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. ഒരു 5-8 അല്ലിയിട്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. തക്കാളിയും വലിയുള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം, നല്ല ഉടഞ്ഞ് വരണം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുത്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. പാസ്ത ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്നൊരു 2-3 മിനിറ്റ് വേവണം. നമുക്കറിയാലോ അതിൻ്റെ നല്ലോണം വെന്ത് കഴിഞ്ഞത് പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഒരു ഹാഫ് വേവിന് നമുക്കത് ഊറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഉള്ളി നല്ലോണം വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാപ്സിക്കം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ക്യാബേജൊക്കെ എടുക്കാം. ഞാനിവിടെ കുറേ പച്ചക്കറിയൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ക്യാപ്സിക്കം കേട്ടോ, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അത് പെട്ടെന്ന് ഉടഞ്ഞു പോകട്ടോ. ഈ തക്കാളിയും വലിയ ഉള്ളിയും നല്ലോണം വഴറ്റി കൊടുക്കണം. അത് നല്ലോണം മിക്സ് ചെയ്യാതെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചിലവർക്ക് കൂടുതൽ ഇഷ്ടമാവും കേട്ടോ, എന്നാലും കൂടുതൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ തക്കാളി ചേർത്തുകൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടാവും. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി എടുക്കുന്നില്ല, ചിലവർ ഇഞ്ചി എടുക്കും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഒരു 10-15 കാഷ്യൂനട്ട് ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ, ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം. എനിക്ക് തോന്നുന്നു ഫ്രഷ് ക്രീമിലേറെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കാഷ്യൂനട്ടാണ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഫ്രഷ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. ഒരു 10-15 കാഷ്യൂനട്ട്, 10-15 കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ കട്ടായിപ്പോയി കേട്ടോ. നല്ലോണം അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ച പാസ്തയല്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില അത്യാവശ്യം എടുക്കാം കേട്ടോ. മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാത്തിലും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലേ. ചിക്കനിലായാലും നല്ലൊരു ടേസ്റ്റ് അല്ലേ, കടലക്കറി ആയാലും ഉപ്പേരിയിലൊക്കെ. അതുപോലെ മീൻ കറി സാമ്പാറിലൊക്കെ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്താലും അത് ഇഷ്ടപ്പെടാത്തവരുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു വല്ലാത്തൊരു ഫ്ലേവറാണ് അതല്ലേ. അത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. അത് എത്രയാണോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഈ പാസ്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ.
ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം നമ്മൾ ക്രീമുകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് രാത്രി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. താങ്ക്